الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമേ എന്ന സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏതാനും ദിവസങ്ങൾക്കപ്പുറം റമളാൻ മാസത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുകയാണ്. റമളാനിൽ നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മുഖ്യമായ അമൽ, ഇബാദത്ത് എന്നത് നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ, റുക്നുകൾ, ഇസ്ലാം കാര്യങ്ങളെന്ന് നമ്മൾ മദ്രസ തലം മുതൽ പഠിച്ച ആ ഇസ്ലാമിന്റെ 5 തൂണുകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ 4ാമതായി എണ്ണിയത് റമളാൻ മാസത്തിലെ നോമ്പാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഒന്നാമതായി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യ വചനങ്ങളാണ്. രണ്ടാമത്തേത് നിസ്കാരമാണ്. മൂന്നാമത്തേത്
സകാത്താണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുന്നത് സിയാമു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പാണ്. റമദാൻ മാസത്തിലെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഇബാദത്താണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്ക്, ജനതക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഇതാ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളായി, തഖ്വയുള്ളവരായി നിങ്ങളൊക്കെ മാറുവാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോമ്പിന് വലിയ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. കണക്കില്ലാതെ പ്രതിഫലം നൽകാമെന്ന് അല്ലാഹു ഏറ്റ ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക്, സ്വാബിരീങ്ങൾക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞ ഒരു കാര്യം, ഈ ആയത്തിൽ അല്ലാഹു ഉദ്ദേശിച്ച സാബിറുകൾ, ക്ഷമാലുക്കൾ അവരാരാണ്? അസ്സായിമൂൻ, നോമ്പുകാരാണ് എന്നാണ്. അപ്പൊ നോമ്പുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരണം നോമ്പിൽ ക്ഷമയുടെ എല്ലാ തലങ്ങളും നോമ്പിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കാൻ, അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അതിന് ക്ഷമ ആവശ്യമാണ്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ക്ഷമ ആവശ്യമാണ്. ഹറാമുകളെ തൊട്ട് മാറി നിൽക്കാൻ ക്ഷമ ആവശ്യമാണ്. അങ്ങനെ ക്ഷമയുടെ എല്ലാ തലങ്ങളും നോമ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറഞ്ഞ ക്ഷമാലുക്കൾ, അതിന്റെ ഒരു ഉദ്ദേശം നോമ്പുകാരാണ് എന്ന് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കണക്കില്ലാതെ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചൊരു ഹദീസിൽ, കുല്ലു അമലി ബിനി ആദമ യുദാഅഫ്, ആദമിന്റെ മക്കളുടെ എല്ലാ കർമ്മങ്ങളുടെ പ്രതിഫലവും അല്ലാഹു ഇരട്ടിയായി നൽകും. എത്രത്തോളം? അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഅഫിൻ. ഒരു നന്മ നമ്മൾ ചെയ്താൽ അതിന് പ്രതിഫലമായി 10 ഇരട്ടി അല്ലാഹു നൽകും. 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇല്ല സൗമ, നോമ്പൊഴികെ, ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, കണക്കില്ലാതെ അതിനുള്ള പ്രതിഫലം ഞാൻ വാരിക്കോരി അതിന്റെ ആളുകൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യദഉ ശഹ്വതഹു വതആമഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടി എന്റെ കൂലി ആഗ്രഹിച്ച്, എന്റെ മഗ്ഫിറത്ത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ പകലിൽ അവന്റെ ഭക്ഷണവും പാനീയവും എല്ലാം ഒഴിവാക്കുന്നു. അവന്റെ ദേഹേച്ഛകളെ അവൻ പിടിച്ചു വെക്കുന്നു. പലതും അവൻ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതെല്ലാം എനിക്ക് വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് കണക്കില്ലാതെ അവന് ഞാൻ ആ നോമ്പിനുള്ള പ്രതിഫലം നൽകുന്നതാണ്. ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ആ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ. ഒരു നോമ്പ് അത് നമ്മൾ ഫിത്റിന്റെ സമയം, അതിന്റെ ഇഫ്താറിന്റെ സമയം നമ്മൾ സന്തോഷിക്കുന്നു.
അതുപോലെ നോമ്പുകാലം അവസാനിച്ചു കഴിഞ്ഞാൽ റമളാനൊടുവിൽ നമ്മൾ ഈദുൽ ഫിത്ർ ആഘോഷിച്ചുകൊണ്ടും സന്തോഷിക്കുന്നു. അത് നോമ്പുകാരൻ അല്ലാഹു നൽകിയ സന്തോഷമാണ്. മറ്റൊരു സന്തോഷം റബ്ബുൽ ഇസ്സത്തിനെ നമ്മളെല്ലാം കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് നോമ്പുകാർ അവർ സന്തോഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നോമ്പുകാരന്റെ വായയുടെ ഗന്ധം കുറെ നേരം സംസാരിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരിക്കുമ്പോൾ നമ്മുടെ വായയുടെ ഗന്ധം മാറും. നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ അതിന് ഗന്ധമുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അവന്റെ റഹ്മത്ത് നമ്മൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അവന്റെ പക്കലുള്ള ആ കാരുണ്യവും സഹായവും നമുക്ക് ലഭിക്കാൻ നോമ്പ് ഒരു കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാം. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം. ഈ ആയത്തിലെ ക്ഷമ കൊണ്ട് ഉദ്ദേശം നോമ്പാണ് എന്ന് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നോമ്പുകാരന്റെ പ്രാർത്ഥന അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട് നീ അല്ലാഹുവിനോട് സഹായം തേടുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു ബിദാലികൽ യൗം അൻ വജ്ഹിഹി അന്നാറ 70 ഖരീഫാ. അവന്റെ ആ ഒരു നോമ്പ് കൊണ്ട് മാത്രം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു 70 മുഴം വഴി ദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ദിവസത്തെ അല്ലാഹുവിന് വേണ്ടി ഒരാൾ അനുഷ്ഠിക്കുന്ന സുന്നത്താകട്ടെ ഫർളാകട്ടെ നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു നോമ്പ് കൊണ്ട് അല്ലാഹു അകറ്റുമെന്നാണ്. അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്, നരകത്തിൽ നിന്നുള്ള പരിചയാണ് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അസ്സൗമു ഹിസ്നുൻ ഹസീൻ, തിന്മകളിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമുക്കുള്ള ഒരു വലിയ ശക്തമായ കോട്ടയാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഉപദേശമുണ്ട്. അലൈക ബിസ്സൗം, നീ നോമ്പെടുക്കണം. ഫഇന്നഹു ലാ ഇദ്ല ലഹു, ആ നോമ്പിനോളം തുല്യമായ മറ്റൊരു ആരാധനാ കർമ്മം ഇല്ല എന്നാണ്. അതുകൊണ്ട് ഒട്ടേറെ പ്രതിഫലം നമുക്ക് നേടിത്തരുന്ന ആ ഇബാദത്ത്, അതിനെ അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കാൻ, ശരിയായ വണ്ണം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഇബാദത്ത് അനുഷ്ഠിക്കാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക്, നോമ്പുകാരായ ആളുകൾക്ക് നാളെ അവർക്കുള്ള ആദരവെന്നോണം റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് അവരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ കാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബിർ റയ്യാൻ, നോമ്പുകാരായ ആളുകൾ അവർ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുക റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ്. അതിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരാകുന്ന ദിവസം, നമ്മളെ തൊട്ട് നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളും ഭാര്യയും മക്കളുമെല്ലാം ഓടി അകലുന്ന പരലോക നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ, അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി വാദിക്കാൻ നോമ്പും വിശുദ്ധ ഖുർആനും വരുമെന്ന് സഹീഹായ ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദ്, ഒരു അടിമക്ക് വേണ്ടി വിശുദ്ധ ഖുർആനും നോമ്പും അള്ളാഹുവിനോട് ശുപാർശ പറയും. യഖൂലു സിയാം, നോമ്പ് പറയും, റബ്ബി ഇന്നി മനഅതുഹു അത്ത്അാമ വശഹവാതി ബിന്നഹാർ, അല്ലാഹുവേ പകലിൽ ഈ മനുഷ്യന്റെ
അവന്റെ ഒട്ടേറെ ആഗ്രഹങ്ങൾ, അവന്റെ ഇച്ഛകൾ, അവൻ വിശക്കുന്നവനായിരുന്നു, ദാഹിക്കുന്നവനായിരുന്നു. അവന്റെ ഭക്ഷണവും വെള്ളവും അവന്റെ ദേഹേച്ഛയും ഞാൻ തടഞ്ഞു വെച്ചു. ഫശഫിഇനി ഫീഹി, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിൽ നിന്നോട് ശുപാർശ പറയാൻ എനിക്ക് നീ അനുമതി നൽകണം. നോമ്പ് അള്ളാഹുവിനോട് പറയുമെന്നാണ്. വയഖൂലുൽ ഖുർആൻ, ഖുർആനും പറയും അല്ലാഹുവിനോട്, മനഅതുഹു നൗമ ബില്ലൈൽ, റബ്ബേ ഇവന്റെ ഉറക്കിനെ രാത്രി ഞാൻ തടഞ്ഞു. അതുപോലെ ഇവന്റെ ഉറക്കിനെ രാത്രി ഞാൻ തടഞ്ഞു. ഫശഫിഇനി ഫീ, അതുകൊണ്ട് ഇവനു വേണ്ടി ശുപാർശ പറയാൻ നീ എനിക്ക് അവസരം നൽകണം. അങ്ങനെ അള്ളാഹു നോമ്പിനും ഖുർആനിനും, ആ നോമ്പും ഖുർആനിനെയും യഥാവിധം ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയാൻ അള്ളാഹു അനുമതി കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, നോമ്പ്, അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം, അതെല്ലാം അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അനുഷ്ഠിക്കാൻ അള്ളാഹു നൽകുന്ന വലിയ അവസരമാണ്. നമ്മളൊക്കെ വരവേൽക്കാനിരിക്കുന്ന പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പുകാരനായിരിക്കുക നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗമാണ് നമുക്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയും ഖുതിമ ലഹു ബിഹാ, അത് പറഞ്ഞ ഉടനെ അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ നോമ്പെടുത്തു, ഖുതിമ ലഹു ബിഹാ, ആ നോമ്പിലായി, അല്ലെങ്കിൽ ആ നോമ്പെടുത്ത ഉടനെ നോമ്പിലായോ, നോമ്പിന് ശേഷം അവൻ മരണപ്പെട്ടാൽ അതാണ് അവന്റെ അവസാന ഇബാദത്ത് എങ്കിൽ ദഖലൽ ജന്ന, അവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരാൾ ഒരു സദഖ നൽകി ഇബ്തിഗാഅ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന, ആ സദഖ നൽകിയ ഉടനെയാണ് അവന്റെ അവസാന കർമ്മം ആ സദഖയാണ് എങ്കിൽ അവനും അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന അത് അല്ലാഹു നിർബന്ധമായും ഉത്തരം നൽകുമെന്ന് ഏറ്റ പ്രാർത്ഥനയാണ്. സലാസത്തുൻ, മൂന്നാളുകൾ, ലാ തുറദ്ദു ദഅവത്തുഹും, അവരുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. ഒന്ന് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും. നോമ്പ് തുറക്കുന്നത് വരേക്കുമുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥന, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളാണ്. സഹോദരങ്ങളെ, നോമ്പിന്റെ സമയങ്ങളിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി, ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ അങ്ങേയറ്റം മനസ്സിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയങ്ങളാണ് ഇന്ന് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ എന്നും നോമ്പിന്റെ പകലുകളിൽ വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്, ഹൃദയങ്ങളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. നോമ്പുകാരന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരിക്കലും തട്ടിക്കളയപ്പെടാത്ത പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പുകളിൽ ഏറെ പ്രധാനപ്പെട്ട നോമ്പാണ് അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ റമദാൻ മാസത്തിലെ നോമ്പാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. അത് ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ ഈമാനോടുകൂടി വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ആ ഇബാദത്ത് അത് ശരിയായ വണ്ണം അറിഞ്ഞ് മനസ്സിലാക്കി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ആ നോമ്പ് എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ആ റമദാനിനെ
വരവേൽക്കാൻ, നോമ്പിലൂടെ ആ റമദാനിന്റെ ചൈതന്യം ഏറ്റവും ഉന്നതമായ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. റമദാൻ മാസം അതിന്റെ മാസപ്പിറവി കണ്ട് ഒന്നാമത്തെ പകല് മുതൽ റമദാനിൽ അതിന്റെ വ്രതം നമ്മൾ ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. മാസപ്പിറവി കണ്ടതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പെടുത്ത് തുടങ്ങുക. അത് കണ്ടതിന്റെ മാസപ്പിറവി അടുത്ത മാസം ശവ്വാലിന്റെ മാസപ്പിറവി കാണുമ്പോൾ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഫഇൻ ഗുബിയ അലൈക്കും. ഇനി ആകാശത്ത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം മാസത്തിന്റെ കണക്ക് 29 അല്ലെങ്കിൽ 30 ആണ്. 29 അന്ന് നമ്മൾ മാസപ്പിറവി നോക്കണം. അന്ന് കണ്ടില്ല, ഫഇൻ ഗുബിയ അലൈക്കും, മേഘാവൃതമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് പഠിപ്പിക്കുന്നു. ഫഅക്മിലു ഇദ്ദത ശഅബാന 30, ശഅബാൻ 30 പൂർത്തീകരിക്കുക. എന്നിട്ട് അടുത്ത ദിവസം നോമ്പെടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോമ്പ് എടുക്കുകയും അതേപോലെ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് അതിന്റെ ചൈതന്യത്തെ കളഞ്ഞു കുളിക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ ആരും ഇടപെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒട്ടേറെ സുന്നത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യ എന്നുള്ളത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും വീഴ്ച വരുത്താറുള്ള ഒരു സുന്നത്താണ്. ചില ആളുകൾ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കും. ചില ആളുകൾ വളരെ നേരത്തെ തന്നെ അത്താഴം കഴിച്ച് കിടന്നുറങ്ങും. അങ്ങനെ സുബഹി ജമാഅത്ത് അടക്കം നഷ്ടപ്പെടുത്തി റമദാനിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സുബഹിന്റെ ജമാഅത്ത് പോലും റമദാൻ മാസത്തിലും നഷ്ടപ്പെടുത്തുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാം. അത്താഴം അത് നമ്മൾ കഴിക്കണം. ആ ഒരു സമയം ബറക്കത്തുള്ള സമയമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന സമയമാണ്. അത്താഴ ഭക്ഷണം അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ ബറക്കത്തുകൾ, നന്മകൾ, അധികരിച്ച് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. നോമ്പിന് മുമ്പായി അത്താഴം കഴിക്കണം. ഫഇന്ന ഫിസ്സഹൂരി ബറക, കാരണം അത്താഴ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്, അഥവാ ധാരാളം നന്മകൾ, ഖൈറാത്തുകൾ അത്താഴ ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അത്താഴം വൈകിപ്പിക്കുക അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വഹാബത്ത് ഒരിക്കൽ അത്താഴം കഴിക്കുകയാണ്. തസഹർന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഒരിക്കൽ അത്താഴം കഴിച്ചു. എന്നിട്ട് പറയാണ്, സുമ്മ ഖുംനാ ഇല സ്വലാ, അങ്ങനെ അത്താഴം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോ സദസ്സിലുള്ള ഒരു മനുഷ്യൻ സ്വഹാബിയോട്, ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബിയോട് ചോദിക്കുകയാണ്, കം കാന ബൈനഹുമാ, പ്രവാചകന്റെ അത്താഴവും പ്രവാചകന്റെ സുബഹി നിസ്കാരവും തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എത്ര സമയമുണ്ടായിരുന്നു? അവിടുന്ന് പറഞ്ഞു, ഖദ്റു 50 ആയ, 50 ആയത്തുകൾ ഓതാൻ വേണ്ട സമയം അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിനും നിസ്കാരത്തിനുമിടയിലുള്ള സമയം. അഥവാ അത്രയേറെ താമസിപ്പിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചിരുന്നത് എന്ന് ഈ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അത്താഴം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അള്ളാഹു പഠിപ്പിച്ച നോമ്പിന്റെ ഒരു വ്യതിരിക്തതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു സഹർ, നമ്മുടെ നോമ്പും അഹ്ലു കിതാബിന്റെ നോമ്പും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അക്ലത്തു സഹർ, അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. കുറച്ചാണെങ്കിലും ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണ് എങ്കിലും ആ ഒരു സുഹൂർ, നമ്മൾ അത്താഴം കഴിക്കുക എന്ന സുന്നത്തിനെ നമ്മൾ ജീവിപ്പിക്കണം.
അതുപോലെ നോമ്പിന്റെ പകലുകളിൽ ഒരിക്കലും ആ റമളാനിന്റെ ചൈതന്യത്തെ കെടുത്തിക്കളയുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, ഒരാൾ അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ഒന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ ആ നോമ്പ് അവന്റെ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ടോ അവന്റെ പാനീയം അവൻ ഒഴിവാക്കിയത് കൊണ്ടോ പട്ടിണി കിടന്നത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണ പ്രതിഫലം ഒരു കടമ നിർവഹണം എന്ന രൂപത്തിൽ അല്ല നമ്മുടെ നോമ്പുണ്ടാകേണ്ടത്. മറിച്ച് പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ നമ്മളോട് ചീത്ത വിളിച്ചു അല്ലെങ്കിൽ മോശമായി പെരുമാറി, നമ്മൾ പറയേണ്ട മറുപടിയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് ആ രൂപത്തിൽ അവിവേകമായി പ്രവർത്തിക്കാനോ പറയാനോ ഒന്നും അനുവാദമില്ല എന്നതായിരിക്കണം നമ്മുടെ മറുപടി. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, റുബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതിഷ്, അവന്റെ ആ ഒരു നോമ്പ് കൊണ്ട് കുറച്ച് വിശപ്പ് സഹിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ദാഹം സഹിക്കേണ്ടി വന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ച് യാതൊന്നും അവന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്രയെത്ര നോമ്പുകാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്കിൽ ആ ഒരു ഗണത്തിൽ നമ്മളൊന്നും ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയം ഇപ്പോൾ ധൃതി കാണിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. പലപ്പോഴും സമയമായിട്ടും ആളുകൾ നോമ്പ് തുറക്കാൻ അത് കൂടുതൽ എന്തോ പ്രതിഫലം കിട്ടുമെന്ന ധാരണയിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് പ്രവാചകന്റെ ചര്യക്ക് വിരുദ്ധമാണ്. സമയമായി കഴിഞ്ഞാൽ ഉടനടി നോമ്പ് തുറക്കുക എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ചര്യ. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനം നമ്മൾ ഓർത്തുവെക്കുക. എല്ലാ നിലക്കും അതിന്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ പഠിച്ച് അറിഞ്ഞ് ആ നോമ്പിനെ സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله لم يزل عليما قديرا وصلى الله على نبينا محمد وآله وصحبه وسلم تسليما كثيرا. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കർമ്മശാസ്ത്ര വിധികൾ നമ്മളൊക്കെ നിർബന്ധമായി മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുണ്ട്. അതിലേറെ പ്രാധാന്യമുള്ള ചിലത് മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. രോഗമുള്ള ആളുകൾ അവരുടെ നോമ്പ് എങ്ങനെയായിരിക്കണം എന്നതാണ്. രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പരീക്ഷണമാണ്. ഏതു സമയവും ആരോഗ്യമുള്ള ആൾ പിറ്റേന്ന് രോഗിയായേക്കാം. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന അസുഖം, രോഗം അവന്റെ പാപങ്ങളെ ഒരു മരത്തിലെ ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ അവന്റെ പാപങ്ങളെ അത് ഇല്ലാതാക്കും, കൊഴിഞ്ഞ് പോക്കിക്കളയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രോഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ വിഷയത്തിൽ ഇളവ് നൽകിയ ഒരു കാരണമാണ്. അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫൽയസും, ഈ റമളാൻ മാസത്തിൽ ആര് സന്നിഹിതനായോ അവൻ നോമ്പെടുക്കണം. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ, ഇനി ഒരു രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അവൻ നോമ്പ് ഒഴിവാക്കി ആ നോമ്പിന് പകരം മറ്റു സമയങ്ങളിൽ അവൻ അത് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നോമ്പ് ഒഴിവാക്കാൻ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടുണ്ട്. ഏത് രോഗത്തിനാണ്, എങ്ങനെയുള്ള രോഗത്തിനാണ് അത് അനുവദനീയമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, രോഗം രണ്ടു തരത്തിലാണുള്ളത്. മാറുമെന്ന് പ്രതീക്ഷയുള്ള അസുഖങ്ങൾ,
നമുക്കൊരു അസുഖം വന്നു, അത് മാറും എന്ന് പ്രതീക്ഷയുള്ള ആ രൂപത്തിലുള്ള അസുഖങ്ങൾ. ഇത്തരം അസുഖം പല അവസ്ഥകളിലാണ്. ഒന്ന്, അസുഖമുണ്ട് പക്ഷേ അത് നോമ്പിനെ ബാധിക്കുകയില്ല. ചെറിയ തലവേദന, പനി പോലെയുള്ള അസുഖം. അങ്ങനെയുള്ള ആളുകൾ അവർ ആ അസുഖത്തെ പരിഗണിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. അവർ നോമ്പ് എടുക്കുക തന്നെ വേണം. നോമ്പ് അവർക്ക് നിർബന്ധമാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് നോമ്പെടുക്കൽ പ്രയാസാണ്. നല്ലതുപോലെ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ അത് ക്ഷീണിപ്പിക്കും, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ മരണം പോലെയുള്ള വലിയ അപകടങ്ങളിലേക്ക് അത് എത്തിക്കുകയില്ല. എന്നാലും നോമ്പെടുക്കുന്നത് വഴി ശാരീരികമായി വലിയ ബുദ്ധിമുട്ട് അവനും അതിലൂടെ ഉണ്ടാകുമെങ്കിൽ അത്തരക്കാർ, മാറുന്ന അസുഖമാണ് പക്ഷേ നോമ്പെടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ അത്തരക്കാർ ആ ഒരു സമയം നോമ്പെടുക്കുക എന്നുള്ളത് കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അത് രോഗം മാറിയതിനു ശേഷം നോറ്റ് വീട്ടുക എന്നുള്ളതാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവന്റെ ശരീരത്തെ അവൻ സംരക്ഷിക്കേണ്ട ബാധ്യത അവനുണ്ട്. മറ്റൊന്ന്, നോമ്പെടുക്കുന്നത് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അപകടത്തിലാക്കുമെങ്കിൽ, ജീവിതത്തെ അപകടത്തിലാക്കും, ജീവൻ അപകടമാണ് എങ്കിൽ അത്തരക്കാർ നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമാണ്. പകരം ആ അസുഖം മാറിയതിനു ശേഷം അവൻ നോമ്പ് നോറ്റുവിട്ടുകയാണ് വേണ്ടത്. ഇനി രണ്ടാമതൊരു തരം, മാറുമെന്നൊരിക്കലും പ്രതീക്ഷയില്ലാത്ത നിത്യരോഗികൾ, അതുപോലെ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തൊക്കെ എത്തിയ പ്രയാസം സഹിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അവരെന്താണ് ചെയ്യേണ്ടത്? അല്ലെ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, അതുപോലെ ക്യാൻസർ ബാധിച്ച അങ്ങനെ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ അസുഖങ്ങൾ നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക്, ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്ക് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിച്ചവർ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അസുഖം മാറുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഇവരൊക്കെ ഒഴിവാക്കിയ നോമ്പിന് പകരം ഒരു മിസ്കീനിന് അഥവാ നമ്മുടെ നാട്ടിൽ ലഭ്യമായ 1.5 കിലോ ധാന്യം പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക? അത് ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന നിലക്ക് കൊടുക്കുക എന്നതാണ് അതിന് പ്രായശ്ചിത്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു 30 നോമ്പ് ഒഴിവാക്കിയ ഒരു മനുഷ്യൻ, അയാള് 30 പേർക്ക് 1.5 കിലോ അരി അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ 30 പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് എല്ലാവരെയും വിളിച്ച് 30 മിസ്കീനുകളെ വിളിച്ച് അവർക്ക് നമ്മൾ നൽകുക. അതുമല്ലെങ്കിൽ ഒരു മിസ്കീനിന് തന്നെ അവന് കഴിക്കാനുള്ള 30 ദിവസത്തെ ഉള്ള ഒരു നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യാം? കൊടുക്കുക. ഈ ഏതു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കഫാറത്ത് നൽകാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ രൂപത്തിൽ തന്നെ നോമ്പിനെ അടുത്തെറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഇബാദത്ത് ഭംഗിയാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടേറെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഒരു സഹോദരി അവരുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സംഘടനാ രംഗത്തുള്ള അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹം ഒരു സ്ട്രോക്ക് വന്ന് അത്യാസന്ന നിലയിൽ അദ്ദേഹം ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി വസിയത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമീപത്തുള്ള ഒരു സഹോദരൻ ക്യാൻസർ വന്ന അസുഖവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അവരുടെ രോഗത്തിന് അല്ലാഹു ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വേദനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ യാ